ജൂലൈ 10-ാം തീയതി സമയം രാവിലെ 10 മണിയായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്തെ കാഴ്ചകൾ കാണാം. കൊഞ്ച് രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ. സാധാരണ വൈകുന്നേരം വരുന്ന കൊഞ്ച് രാവിലെ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റെന്തൊക്കെ മീനാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാമോ. തട്ടുമടിക്ക് കുറച്ച് നെത്തോലി, മരപ്പാക്ലാത്തി, കുറച്ച് കണവ, അങ്ങനെ കുറച്ച് വരുന്നുണ്ട് കേട്ടോ. കാണുന്ന എല്ലാം തട്ടുമടിക്കാരാണ്. അപ്പോൾ ഇന്നലെയൊക്കെ വലിയ സൈസ് അയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എച്ച വിലയ്ക്ക് അയില ഉണ്ട് കേട്ടോ. ഇന്ന് എച്ച വിലയ്ക്ക് ഇന്നലെ രാത്രി വരുന്ന അയിലയാണ്. ഇപ്പോൾ വരുന്ന വള്ളക്കാർക്ക് അയില മീനുണ്ട്. വലിയ സൈസാണ് കേട്ടോ അയില. 50, 50, 800, 800, 50, 50, 900, 900, 50, 50, 50, 3000, 3000, 3000 രൂപ, 3000, 50, 50, 50, 1050, 50, 1050 ഉണ്ടോ? 1050 അത് കണ എടുത്തിട്ട് 200, 250, 250, 250, ഏതായാലും ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ തിരക്കും കാര്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ. ഈ എല്ലാ വള്ളക്കാരും കണവ പണിക്കാണ് കൂടുതലായിട്ട് പോയിട്ടുള്ളത്. ഇത് തട്ടുപടിക്കാരാണ്. ഏതായാലും 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇനി ഈ നെത്തോലി മീനും കാണാനായിട്ട് സാധ്യതയില്ല കേട്ടോ. ഒരു തട്ടുമടിക്കാരാണ് കേട്ടോ. ഒരു വെട്ടിയിൽ നെത്തോലി മീൻ മാത്രമുണ്ട്. ഈ നെത്തോലി മീനും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറം വളരെ ശോകമായിരുന്നല്ലേ കേട്ടോ. നെത്തോലി ഉള്ളത് കൊണ്ട് കുറച്ച് തിരക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തമിഴ്നാട് വള്ളവളക്കാർക്കൊക്കെ വലിയ സൈസ് അയില മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിലയും ഒക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം. 50 എണ്ണത്തിന് ഏകദേശം 4500 രൂപയാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണവയും ഒരു കൂട്ട 2 കൂട്ട കണവയൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. ഇനിയും പറയാൻ പറ്റത്തില്ല. ഏതായാലും വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കണവയും അതുപോലെ ഈ പറയുന്ന വലിയ സൈസ് അയില മീനൊക്കെ കൊണ്ടുവരാനായിട്ട് സാധ്യത ഉണ്ട്. ഏതായാലും നോക്കാം. ഇനി ഇവർ തട്ടുമടിക്കാരാണ്. അപ്പോൾ അതിലുള്ള മീനൊക്കെ ഇവർ അതൊന്ന് മാറ്റിയിടുന്ന ഒരവസ്ഥയാണ്. തിരിഞ്ഞ് മാറ്റിയിടുന്നതാണ്. ഓരോ മീനിനും ഓരോ റേറ്റാണ് വരുന്നത്. വേളിയല്ലേ മരിയനാട്, നമ്മുടെ മരിയനാടുള്ള ചേട്ടന്മാരാണ് കേട്ടോ അവർ. എല്ലാം വരും. നിങ്ങളുടെ മൊബൈലിലും ഉണ്ട്. എല്ലാ മൊബൈലിലും വരും. നെത്തോലി മീനാണ്. ഇനി കണവയുടെ സീസണൊക്കെ വന്നു കഴിഞ്ഞു. മരപ്പാക്ലാത്തി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ചൂരം ഉണ്ടായിരുന്നേ. മരപ്പാക്ലാത്തി കുറവെന്നാണ് പറയുന്നത്. കണവ സീസൺ ആയിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ട് എല്ലാം കണവ തന്നെ എന്നാണ് പറയുന്നത്. നോക്കാം ഏതായാലും. മരപ്പാക്ലാത്തി ശരി താഴ്ത്തി പിടിക്കും. കണ്ട് ക്ലാത്തിയുടെ യഥാർത്ഥ ഒരു വരവൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം എത്രത്തോളം ക്ലാത്തിയാണ് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇതിനൊക്കെ വരാനായിട്ട് സാധ്യത ഉണ്ട്. നോക്കണം. എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് വീഡിയോയിൽ. നമ്മളെയൊക്കെ വീഡിയോ എടുത്ത് ചേട്ടാന്നൊക്കെ പറ്റുന്നുണ്ട്. ജൂലൈ 10-ാം തീയതി 10 മണിക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത്. അപ്പോൾ നേരത്തെയൊക്കെ ഏകദേശം 100-ൽ കൂടുതൽ വള്ളക്കാർ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരവരെ മീനൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ ഓടിപ്പോയി കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നവര മീനൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തമിഴ്നാട് വള്ളവളക്കാർ, അതുപോലെ നമ്മുടെ വിഴിഞ്ഞം വള്ളം, അവരൊക്കെ ചിലപ്പോൾ അയില മീനൊക്കെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്.
നമ്മൾ കാണിച്ചതൊക്കെ നേരത്തെ ലേലവിളിയൊക്കെ കാണിച്ചത് കടപ്പുറ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പുറകെയുള്ള ചിലവും കാര്യങ്ങളും ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിട്ട് വേണം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഈ കച്ചവടക്കാരോടൊക്കെ ബാർഗിൻ ചെയ്യാനായിട്ട്. ഇത്രയും എനിക്ക് കൂടെ പറയാനുള്ളൂ കേട്ടോ.